നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അനുഭവം പറയാണ്, നിങ്ങൾക്കത് പ്രയോജനപ്പെടും തോന്നുന്നു. ഒരു സ്ഥലത്ത് ഈ വർഷം ഞാൻ ചെറിയ ക്ലാസ് തൊട്ടേ കോമ്പറ്റീഷൻ ഭയങ്കര പേടിയാണ് എനിക്ക്. അയ്യോ പാടാൻ എന്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര സന്തോഷം, അത്രയ്ക്ക് പേടിയാണ്. എന്താണെന്നറിയാമോ, നന്നായിട്ട് പെർഫോം ചെയ്യണം, ആ ഒരു പെർഫെക്ഷൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അത് ചെയ്ത് കഴിയുന്നത് വരെ. രാധികയ്ക്ക് അറിയാം, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് ഗ്രൂപ്പ് മ്യൂസിക്കും സെന്റ് ആൻഷ്യൻ സ്കൂളിലും ഒക്കെ പോയിട്ടുള്ളതാണ്. കൈയൊക്കെ തണുത്ത് വരച്ച്, നിങ്ങൾക്ക് പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, തണുത്ത് വിറച്ച്, പക്ഷെ കയറി എങ്ങനെയോ പാടുന്നല്ലാതെ. അപ്പം ഇങ്ങനെ ഒരിക്കൽ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് നിലനിർത്തുക എന്ന് പറഞ്ഞൊരു വലിയൊരു ബാധ്യതയാണ്. സത്യം പറഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ചുമടാണ്. ഞാനത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും. അപ്പോൾ അടുത്ത പ്രാവശ്യം സെക്കൻഡ് ആയിപ്പോയാൽ ഇപ്പോൾ എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അയ്യോ അരുന്ധതിക്ക് സെക്കൻഡ് കിട്ടിയോ, എന്ത് പറ്റി, എന്തോ വലിയ മഹാപാതകം ചെയ്തതുപോലെയാണ്. അപ്പം ഇങ്ങനെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആണ് നമ്മൾ വളർന്നു വരുന്ന പല ഇതും കുറേ സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ ആ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അറിയുന്നത് ഒന്നുമല്ല. അതായത് ഇതിൽ കൂടെ നമ്മൾ നേടുന്നത് എന്താണെന്ന് അറിയാമോ? പല സ്റ്റേജുകൾ കയറി വരുമ്പോൾ ഇതുപോലെ ഞാൻ ഒരിക്കലും സംസാരിക്കില്ലായിരുന്നു. സംസാരിക്കാനൊന്നും എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ കോളേജിൽ പഠിപ്പിച്ച കാരണം അങ്ങനത്തെ ഒരു ശീലമുണ്ട്, അതുകൊണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന വലിയൊരു ഉയർച്ച, നമ്മളാക്കുന്ന വലിയൊരു ഉയർച്ച നമ്മൾ അറിയാതെ പല സ്റ്റേജിലും കടന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നു. അപ്പോൾ ഒരാൾ നല്ലത് പറഞ്ഞാലും നമ്മൾ സെക്കൻഡ് കിട്ടിയാലും അക്സെപ്റ്റ് ചെയ്യും. വഴക്കൂടാനൊന്നും നമ്മളിപ്പോൾ അങ്ങനെ പോയിട്ടേ ഇല്ല. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇതുമാതിരി അപ്പീൽ ഇതൊന്നും ഒന്നുമില്ല. അപ്പം ഏത് ജഡ്ജ് ഇടുന്നോ അവരോട് കൂടി പോയാൽ ചോദിക്കും, എന്താണ് പ്രശ്നം, എന്താണ് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടത്, നമ്മുടെ പാടിയതിൽ എന്താണ്. അപ്പോൾ അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. അല്ലെങ്കിൽ ചെറിയ മാർക്കിൻ്റെ ഇപ്പോൾ മാർക്കിടാനിരിക്കുന്നവർക്കും രക്ഷപ്പെടണ്ടേ. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം തെറ്റ് കണ്ടുപിടിച്ചുള്ള സത്യം ഞാൻ പറയാം കേട്ടോ, തെറ്റ് കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ ഒരാൾ പാടിയതിൽ ചിലപ്പോൾ ഒരുപോലെ നിൽക്കുമ്പം നമ്മൾ വിചാരിക്കും ഇതെന്ത് ചെയ്യും. അപ്പോൾ ഒരു ചെറിയ ശബ്ദം ഇടറലും ഇതൊക്കെ അതൊന്നും ഒരു ഇതേ അല്ല. നമ്മൾ സ്റ്റേജിൽ കയറി പാടുമ്പോഴത്തേക്കും ചെറിയതൊക്കെ ഒന്നുമല്ല. പക്ഷേ എന്തെങ്കിലും ഇടണ്ടേ, ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കണ്ടേ. 2 പേർക്ക് ഫസ്റ്റ് കൊടുക്കാൻ ചോദിച്ചാൽ പല സംഘടനകളും അതിനുള്ള ഇതില്ല. അവർ പറയല്ല ഫസ്റ്റ് സെക്കൻഡ് മതി, 2 സെക്കൻഡ് 2 ഫസ്റ്റ് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ ഇതൊക്കെ കാണും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കരുത്. പക്ഷേ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം അച്ഛനമ്മമാരും കുട്ടികളും ഓർക്കണം, ഇതിൽ കൂടെ നമ്മൾ അറിയാതെ അതിഭയങ്കരമായുള്ള വളർച്ച, മാനസികമായിട്ടും ഒരുപാട് തലങ്ങളിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പലതും ഫേസ് ചെയ്യാനും. ഫസ്റ്റ് കിട്ടിയാലും നമ്മളത് സന്തോഷത്തോടുകൂടെ ഏറ്റുവാങ്ങണം. സെക്കൻഡ് കിട്ടിയാലും കൺസലേഷൻ കിട്ടിയാലും, ഒന്ന് കിട്ടിയില്ലെങ്കിലും എന്നുവെച്ചാൽ ഒരു സ്റ്റേജിൽ കയറി ഒരു പാട്ട് ഒന്നിനു വേണ്ടി പഠിച്ച് പാടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എങ്ങനെ പാടിയാലും അത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് കാരണം അത് ചെയ്യുന്നത് തന്നെ വലിയ കാര്യമാണ്, അല്ലേ? നമ്മളൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്തു, അപ്പോൾ നമുക്ക് ആ സമയത്ത് പോയി എഴുതാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. ആ സമയത്ത് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകും. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹവും വലിയൊരു വിജയമാണ്. അത് ഇതിലൂടെ ഈ പ്രൈസ് അല്ല, പ്രൈസ് ഇന്ന് കിട്ടും. ആരെങ്കിലും ഓർക്കുന്നോ ഞാൻ ഏത് വർഷം ഏത് കോമ്പറ്റീഷൻ എന്ത് പ്രൈസ് കിട്ടി? ഞാൻ പോലും ഓർക്കുന്നില്ല. അത് ചെറിയൊരു കാര്യം. അതുകൊണ്ട് ഈ പ്രൈസ് കിട്ടാത്തവരെയും കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടി ഇപ്പോൾ സെക്കൻഡ് കിട്ടിയവരോട് ആരും ദയവ് ചെയ്ത് ചോദിക്കരുത്, അയ്യോ ഇപ്പം എന്ത് പറ്റി, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നല്ലോ, 10 പ്രാവശ്യം അടുപ്പിച്ച് കിട്ടില്ല. അതിലൊരു കാര്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ അതുപോലെ ഇതെടുത്ത് വളരെ സന്തോഷമായി ഈശ്വരൻ നമുക്ക് ഈ കഴിവ് തരുന്നത് എന്തിനാണ്? സന്തോഷിക്കാൻ. നമ്മൾ സന്തോഷിക്കുക, 10 പേരെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ എങ്ങനെ പാടിയാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജസ് ഒഴികെ ആരും അനലറ്റിക്കലായിട്ടൊന്നും നോക്കാൻ പോകുന്നില്ല. എല്ലാം ആസ്വദിച്ച് ഞാൻ പോലും പല കോമ്പറ്റീഷന് ഇപ്പോൾ ഒന്നും പോകാറില്ല കേട്ടോ, ജഡ്ജായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ആസ്വദിച്ചിരിക്കും. എന്തൊക്കെ എങ്ങനെ പാടിയാലും എല്ലാവർക്കും എന്തൊക്കെയോ കഴിവുകളുണ്ട്. തീർച്ചയായിട്ടും ആര് പാടുമ്പോൾ അതാണ് ഈശ്വരൻ്റെ ഒരു യുണീക്നെസ് പറഞ്ഞത്. ആര് പാടിയാലും അവർക്ക് യുണീക്കായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട്. അത് നമ്മൾ കേട്ട് ആസ്വദിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. ആര് പാടിയാലും നിങ്ങൾ ഇറങ്ങുമ്പോൾ കൈ കൊട്ടണം, നല്ലോണം കൈ കൊട്ടണം. പ്രൈസൊക്കെ വേറെ കാര്യം,
പ്രൈസൊക്കെ സെക്കൻഡറി. അതുകൊണ്ട് കുട്ടികളെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് നിങ്ങൾ പഠിച്ചത് ഇവിടെ വന്ന് പാടിയിട്ട് സന്തോഷമായിട്ട് അറിയുമ്പോൾ സന്തോഷിക്കാനുള്ളതാണ് സംഗീതം, അതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ ഈ കോമ്പറ്റീഷൻ നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? അത് ഈ വലിയൊരു മനുഷ്യൻ, വലിയൊരു ഗുരു, ഭാസ്കര മാഷ് എന്ന് പറയുന്ന വലിയൊരു ഗുരു, അദ്ദേഹത്തെ ഓർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇത്രയും ഗാനങ്ങൾ നിങ്ങൾ കേട്ട് പഠിക്കുന്നതിലും അതാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു അഞ്ജലി എന്ന് പറയുന്നത്. അതിനുള്ള ഒരു അവസരം ഒരുക്കി തരുന്ന ഈ ഒരു സംഘടനയ്ക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ നന്ദിയുള്ളവരായിരിക്കും. ഇതുമാതിരി പല പല വലിയ ആൾക്കാരുടെ പിന്നെ പാട്ടുകൾ വെച്ചിട്ടുള്ള കോമ്പറ്റീഷനും എല്ലാം നിങ്ങൾ നടത്തണം. ഞാൻ പറഞ്ഞു വെച്ചാൽ അത്രയും വലിയ ആൾക്കാരെ നമ്മൾ ഓർക്കും, അങ്ങനെ കുറേ പാട്ടുകൾ പഠിക്കും, അവരുടെ പിന്നെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും, അവരുടെ സാഹിത്യം എന്താണെന്നുള്ളത് അതിൻ്റെ വളരെ വളരെ ഗ്രാമീണമായ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഭാസ്കര മാഷിൻ്റെ സാഹിത്യങ്ങളിലുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആസ്വദിക്കുകയും അതിനുള്ള ഒരു അവസരം അത് പൂർണ്ണമായിട്ടും നമ്മളത് ഉൾക്കൊണ്ട് നമ്മൾ പാടുക എന്നുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും ഞാൻ എല്ലാ ആശംസകളും നേരുന്നു, പ്രാർത്ഥനകളും നേരുന്നു. സന്തോഷമായിട്ട് ഞാൻ പിന്നെ പറയുന്നതാണ്, സന്തോഷമായിട്ട് വന്ന് സന്തോഷമായിട്ട് പാടിയിട്ട് പോവുക. അപ്പോൾ പ്രൈസാണ്, അതാണ് പ്രൈസ്. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം പ്രിയപ്പെട്ട ടീച്ചർ. വളരെ പ്രധാനപ്പെട്ട